ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മളൊരുമിച്ച് പ്രാർത്ഥിക്കുവാനും ദൈവവചനം കേൾക്കുവാനും ദൈവം നൽകിയ ഈ നല്ല അവസരത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. പ്രതികൂലമായ കാലാവസ്ഥയാണ്. ശരിക്കും നല്ല വെയിലും ചൂടും ഉണ്ടാകേണ്ട സാഹചര്യത്തിലാണ് മഴയും പ്രളയവും ഉരുളുപൊട്ടലൊക്കെയുള്ള ഒരു സാഹചര്യം. എല്ലാം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. കാലാവസ്ഥയാണേലും മനുഷ്യരാണേലും മാറിക്കൊണ്ടിരിക്കുന്നു. ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു ലോകം, ആരെയും മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ പോലും പറ്റാത്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യൻ മൃഗങ്ങളായും മൃഗങ്ങൾ മനുഷ്യനേക്കാൾ നന്നായും ജീവിക്കുന്നൊരു ലോകം. അങ്ങനെ തോന്നിയിട്ടുണ്ടാകും നമുക്ക്. മനുഷ്യൻ മൃഗങ്ങളെക്കാൾ കഷ്ടത്തിലാണ് പലരുടെയും മനസ്സ്. നിങ്ങൾ ഓർത്ത് കണ്ടിട്ടുണ്ടാവും, ഇന്നലത്തെ പേപ്പറിലെ വാർത്ത ന്യൂസ്, ഒരാളെ കഴുത്തറുത്ത് കൊല്ലാൻ നോക്കി, ഒരു വൈദ്യനെ പല കഷ്ണങ്ങളാക്കി പുഴയിൽ ഒഴുക്കി, പല സ്ഥലത്ത് കൊണ്ടുപോയി, കാറുകളിൽ കൊണ്ടുപോയി, പല സ്ഥലത്ത് കൊണ്ടുപോയി കളഞ്ഞു. മൃഗങ്ങൾ പോലും അങ്ങനെ ചെയ്യില്ല. മനുഷ്യൻ മൃഗങ്ങളെക്കാൾ മോശമായി. മനുഷ്യൻ മൃഗം പോലെ, എന്നാൽ മൃഗങ്ങളോ നമ്മളെക്കാളൊക്കെ എത്രയോ നന്നായിട്ട് ജീവിക്കുന്നുവെന്ന് നമുക്ക് തോന്നുന്നു. ഒന്നും വേണ്ട, ഈ ടൗണിലൂടെയും പട്ടണങ്ങളിലൂടെയൊക്കെ നടക്കുന്ന കുറേ പട്ടികൾ, നായ്ക്കളുണ്ട്. അവർ തമ്മിപ്പോലും ഭയങ്കര സ്നേഹമാണ്. നമ്മൾ ബുദ്ധിയുള്ള, കഴിവുള്ള, പഠിപ്പുള്ള നമുക്ക് തമ്മിൽ സ്നേഹിക്കാൻ പറ്റുന്നില്ല. മൃഗങ്ങൾ തമ്മിപ്പോലും, ഒരു സൗന്ദര്യമില്ലാത്ത നായ്ക്കൾ പോലും, വേസ്റ്റ് മാത്രം തിന്ന് ശീലമുള്ള നായ്ക്കൾ പോലും അതേ നായ്ക്കളോട് ഭയങ്കര സ്നേഹം. അതിനൊന്നും ഓവറായിട്ട് കടിക്കില്ല. അല്ലെങ്കിൽ ഒരെണ്ണത്തിനൊരു ആപത്ത് വന്നാൽ എല്ലാം കൂടെ ഒരുമിച്ച് ചേരും. നമ്മുടെ മനസ്സ് ബൈബിളിൽ പറയുന്ന പോലെ വിശ്വാസം മരവിച്ചു, സ്നേഹം തണുത്തുറഞ്ഞുപോയി. രണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. സ്നേഹം തണുത്തുറഞ്ഞു, വിശ്വാസം പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, മനസ്സ് മരവിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ലോകത്താണ് നമ്മൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവചനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒന്നല്ല, പിന്നെയോ എന്നെയും നിങ്ങളെയും വളർത്തുന്നതാണ്. ആമേൻ. ഞാൻ ആ വാക്കൊന്നും കൂടെ നിങ്ങളോട് പറയാം. ദൈവവചനം ഇന്നലെ ഇത്രയും ഉണ്ടായിരുന്നു, ഇന്നായപ്പോഴത്തേക്ക് അത് ഇത്രയും വളർന്നു. അല്ല, കഴിഞ്ഞ വർഷം ഇന്തേരെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് ഇത്രയും കൂടി ആയി. ദൈവവചനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമല്ല, പിന്നെയോ എന്നെയും നിങ്ങളെയും വളർത്തുന്ന യാഥാർത്ഥ്യമാണ്. ദൈവവചനമാണ് നിങ്ങളുടെ വളർത്തുന്നത്, എന്നെ വളർത്തുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൾ കൊണ്ടുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം നമ്മളെ വളർത്തും, നിങ്ങളുടെ കുടുംബത്തെ നയിക്കും, നിങ്ങളുടെ ഭാവിയെ നല്ലതാക്കും. ആമേൻ. ദൈവവചനത്തിൽ നിൽക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവവചനത്തിന് മാറ്റമില്ല. പക്ഷേ ദൈവവചനം നമ്മുടെ ജീവിതത്തെ മാറ്റും, സാഹചര്യങ്ങളെ മാറ്റും. എത്രയോ പേരെ നിങ്ങൾ കണ്ടിരിക്കുന്നു. ദൈവവചനം 2000 വർഷങ്ങൾക്കും ഇതുപോലെ തന്നെ ആയിരിക്കുന്നത്. പക്ഷെ 2000 വർഷം കൊണ്ട് ലക്ഷോപലക്ഷ ജനങ്ങളെ മാറ്റിയത് ദൈവവചനമാണ്. ദൈവവചനത്തിന് മാറ്റമില്ല. പക്ഷെ ആ ദൈവവചനം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ, സാഹചര്യത്തെ, അവസ്ഥയെ വല്ലാതെ മാറ്റാൻ കഴിവുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയുള്ള ദൈവവചനമാണ് നാം കേൾക്കുന്നത്. ഈ ദൈവവചനത്തിൽ നിൽക്കുക എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. ദൈവവചനത്തിൽ നിൽക്കുക. നിങ്ങളുടെ വീട്ടിൽ റബ്ബറുണ്ട്, അല്ലെങ്കിൽ കമുങ്ങുണ്ട്, തെങ്ങുണ്ട്, ഇതൊക്കെയുണ്ട്. എപ്പോഴേലും കണ്ടിട്ടുണ്ടോ ഒരു തെങ്ങിൻ തൈ ടെൻഷൻ അടിക്കുന്നത്? ഒരു തെങ്ങിൻ തൈ ടെൻഷൻ ആവില്ല. അയ്യോ 2 വർഷം കഴിയുമ്പോൾ എൻ്റെ ഈ തെങ്ങയിൽ കാ പിടിക്കുവോ, ഈ തെങ്ങയിൽ വല്ല കായ ഉണ്ടാവുമോ, യജമാനം വന്ന് വെട്ടിക്കളയുവോ? നമ്മുടെ വീട്ടിലെ ഒരു തെങ്ങിൻ തൈയും ടെൻഷൻ ആവുന്നില്ല.
ആപ്പിൾ മരം അത് നട്ട് 1 വർഷം കഴിയുമ്പോൾ ടെൻഷൻ അടിക്കുന്ന ആപ്പിൾ മരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആപ്പിൾ മരത്തിന് ടെൻഷനില്ല. ദൈവമേ 2 വർഷം 3 വർഷം കഴിയുമ്പോൾ എൻ്റെ ശാഖകളിൽ ആപ്പിൾ കായ്ക്കുമോ എന്ന ടെൻഷനില്ല. കാരണം ആപ്പിൾ മരത്തിന് അറിയാം, ഞാൻ നിൽക്കുന്നത് മണ്ണിലാണ്, ഇതിന് വളമുണ്ട്, വെള്ളമുണ്ട്, അത് വലിച്ചെടുത്ത് ഞാൻ വളരുമെന്നും ഇതിൽ നിറയെ ഫലങ്ങൾ കായ്ക്കുമെന്നും ആപ്പിൾ മരത്തിനറിയാം. എന്ന് പറഞ്ഞ എന്താണ്? ദൈവവചനത്തിൽ നിൽക്കുന്നവരാണോ ടെൻഷൻ ആവണ്ട, എൻ്റെ കാര്യങ്ങൾ ശരിയാകുമോ, എൻ്റെ ജീവിതം നല്ല ഭാവി എനിക്കുണ്ടാകുമോ, നല്ല ജീവിതം എനിക്ക് കിട്ടുമോ, എന്നെ കൊണ്ടൊരു പ്രയോജനം ഉണ്ടാകുമോ, ഞാൻ രക്ഷപ്പെടുമോ, ഈ പ്രതിസന്ധികൾ മാറുമോ? ദൈവവചനത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. അതാണ് ഏറ്റവും നല്ല ഉദാഹരണം. മുമ്പേ പറഞ്ഞതാണ്, ആപ്പിൾ മരം ടെൻഷൻ ആവില്ല, ഇതിൽ ആപ്പിൾ ഉണ്ടാവുമോ. തെങ്ങ് ടെൻഷൻ അടിക്കുന്നില്ല, ഇതിൽ തേങ്ങ ഉണ്ടാവുമോ എന്നുള്ള പേടി കൊണ്ട്. ജീവിതവും ദൈവവചനത്തിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. അപ്പൊ വേറൊരു പ്രശ്നമുണ്ട്, നമ്മുടെ നിൽപ്പ് ദൈവവചനത്തിനകത്തല്ല. അല്പം ദൈവവചനത്തിലും അല്പം വിശ്വാസത്തിലും അല്പം പാരമ്പര്യത്തിലും അല്പം ചടങ്ങ് പ്രാർത്ഥനയിലും അല്പം നേർച്ച അല്പം ഉപവാസം, ഇതിലെല്ലാം കൂടെ നിന്നാൽ ദൈവവചനം നിങ്ങളിൽ അനുഗ്രഹം ആകത്തില്ല. നമ്മൾ പലരും നിൽക്കുന്നത് അല്പം ചടങ്ങ്, കുറെ ചട്ടക്കൂട്, കുറെ നേർച്ച, കുറച്ച് വിശ്വാസം, കുറച്ച് നോമ്പ്, കുറച്ച് ഉപവാസം, കുറച്ച് വചനം, കുറച്ച് പ്രാർത്ഥന, കുറച്ച് സന്ധ്യാപ്രാർത്ഥന, ഇതിനകത്തെല്ലാം കൂടെയാണ് നമ്മുടെ ജീവിതം ഇങ്ങനെ നിൽക്കുന്നത്. അത് ഫലം കായ്ക്കാൻ ഇച്ചിരി പാടാണ്. ദൈവവചനത്തിലാണോ നിൽക്കുന്നത്, ദൈവവചനത്തിലാണോ നിങ്ങളുടെ ഭാവിയെ നയിക്കുന്നത്, നിങ്ങളുടെ ജീവിതം ഫലം ചൂടിയിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ജെറമിയ പ്രവാചകൻ 21:29 പറയുന്നത്, എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമാണ്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ഒന്ന് ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വാസത്തിൽ അത് ഏറ്റെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. കേൾക്കുന്ന കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കാമോ? ജെറമിയ പ്രവാചകൻ പറയുന്നു, എൻ്റെ വചനം അഗ്നി പോലെയും തീ പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമാണ് എൻ്റെ ഈ വചനം. നിങ്ങൾ കേൾക്കുന്ന വചനത്തിന് ഈ ശക്തിയാണ്, തീയുടെ ശക്തിയുണ്ട്. ബൈബിൾ വചനം, ദൈവവചനം കേൾക്കുമ്പോൾ ഇരിക്കേണ്ടത് തീയും വിറകും പോലെയാണ്. അതെന്റെ കണ്ടുപിടുത്തമല്ല. പ്രാർത്ഥനയിൽ ഉയർന്നു നിൽക്കുന്ന ആളുകൾ പറയുന്നു, നിങ്ങൾ പ്രാർത്ഥനയിൽ നിൽക്കേണ്ടത് തീയും വിറകും പോലെയാണ്. രണ്ടും ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആണ്, തീയും വിറകും. എന്താ പ്രത്യേകത? അത് നമുക്ക് മനസ്സിൽ കാണാൻ പറ്റും. നമ്മളുടെ അടുക്കള, അവിടെ ഒരു അടുപ്പുണ്ട്, അവിടെ വിറക് വച്ചിട്ട് തീ പിടിപ്പിക്കുന്നവരായിരിക്കും പലരും, അല്ലെ അനുഭവമുള്ളവരായിരിക്കും. തീ കത്തുമ്പോൾ ആ വിറക് അടുപ്പിൽ നമ്മൾ ഏകദേശം വെച്ച് ആ വിറക് വെച്ച് കൊടുക്കുമ്പോൾ തീ കാളി കത്താൻ തുടങ്ങും. തീ ഈ വിറകിനെ ഉൾക്കൊള്ളാൻ തുടങ്ങും, സ്വീകരിക്കാൻ തുടങ്ങും. തീ ഈ വിറകിനെ ഏറ്റെടുത്ത് കത്തിക്കാൻ തുടങ്ങും. തീയും വിറകും പോലെ വേണം ദൈവവചനം കേൾക്കാൻ ഇവിടെ ഇരിക്കുക. ആരാ ഇവിടെ തീ? ഞാൻ പറയുന്ന ദൈവത്തിന്റെ വചനമാണ് തീ. ആരാണ് വിറക്? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നിങ്ങൾ സമർപ്പിക്കുന്ന നിയോഗവും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും വിറകിന് തുല്യമാണ്. ഈ തീയിലേക്ക് എൻ്റെ ജീവിതമാകുന്ന ഈ വിറക്, ഈ ദൈവവചനമാകുന്ന തീയിലേക്ക് ഞാൻ വെച്ചു കൊടുക്കണം. അപ്പോൾ ഈ തീ എന്ത് ചെയ്യുന്നറിയോ? ഞാൻ വെച്ചു കൊടുത്തതിനെ, കത്തിക്കേണ്ടതിനെ കത്തിക്കും, നശിപ്പിക്കേണ്ടതിനെ നശിപ്പിക്കും, ശുദ്ധീകരിക്കേണ്ടതിനെ ശുദ്ധീകരിക്കും, വിശുദ്ധീകരിക്കേണ്ടതിനെ വിശുദ്ധീകരിക്കും. അത്രയും ശക്തിയുള്ളതാണ് തീ. ദൈവവചനം ജെറമിയ പ്രവാചകൻ പറയുന്നു, എൻ്റെ വചനം തീ പോലെയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ഇരിക്കേണ്ടത് വിറക് പോലെയാണ്. രണ്ടും കണക്റ്റഡ് ആണ്, രണ്ടും തമ്മിൽ ബന്ധമുണ്ട്. മറ്റെന്തിനേക്കാളും ബന്ധമുണ്ട് തീക്കും വിറകിനും. ഇനി കുറച്ച് കത്തിക്കഴിയുമ്പോൾ വിറകിങ്ങനെ, തീ ഇങ്ങനെ കെടാറാകുമ്പോൾ നമ്മളൊന്ന് ഇളക്കിയിട്ട് വിറക് വീണ്ടും അടുപ്പിലേക്ക് കയറ്റി വെച്ച് കൊടുക്കും. എന്തിനെന്നറിയോ? വീണ്ടും കത്താൻ. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തെ ദൈവം വചനമാകുന്ന അഗ്നിയിലേക്ക് ഇങ്ങനെ വച്ച് കൊടുത്തോണ്ടിരിക്കണം. ജീവിതത്തെ വച്ചുകൊണ്ട് കൊടുത്തോണ്ടിരിക്കണം.
നമ്മുടെ ഭാവിയെ വെച്ച് കൊടുത്തോണ്ടിരിക്കണം. അങ്ങനെയാ ദൈവവചനത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഒരുപടി നിയോഗങ്ങളും ഒരുപടി ആവശ്യങ്ങളും നിങ്ങളുടെ ഉള്ളിൽ കാണും. കേവലം ആവശ്യങ്ങൾ മാത്രം അതിനെ എംഫസൈസ് ചെയ്ത് പറയുമല്ല. നിങ്ങളുടെ ജീവിതമാകുന്ന ഈ കാര്യങ്ങൾ ദൈവവചനമാകുന്ന ആ തീയിലേക്ക് വെച്ചു കൊടുക്കുക. അത് വിശ്വാസത്തിൽ നടക്കുന്ന ഒരു പ്രവൃത്തിയാണ്. എൻ്റെ ഭീകരമായ ഈ സാമ്പത്തിക പ്രശ്നം എന്നാ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അവിടെ പോയി ഇവിടെ പോയി, അവിടെ നേർച്ച നേർന്നു, അവിടെ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പ്രാർത്ഥിച്ചു. നിങ്ങൾ ദൈവവചനമാകുന്ന അഗ്നിയിൽ ഈ നിയോഗമാകുന്ന വിറകിനെ വെച്ചു കൊടുക്ക്. ആ തീ അതിനെ കത്തിക്കും എന്ന് പറഞ്ഞാൽ ആ തീ അതിനെ ഏറ്റെടുക്കും. ഇതുപോലെ വെച്ചു കൊടുക്കുന്ന ജീവിതങ്ങളെയും വെച്ചു കൊടുക്കുന്ന നിയോഗങ്ങളെയും ദൈവവചനമാകുന്ന തീ സ്വീകരിക്കും. പിന്നെ വേറൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ കുറച്ച് വിറകെല്ലാം കൂടെ എടുത്ത് തീ കൊടുക്കുമ്പം ചിലപ്പോൾ നമ്മൾ കാണാൻ പറ്റും ആ വിറകിനകത്ത് കൂടുകൂട്ടിയിരിക്കുന്ന ഉറുമ്പ്, ചെറിയ പഴുതാരയൊക്കെ ചൂട് തട്ടാൻ തുടങ്ങുമ്പോൾ പടച്ച് പുറത്തോട്ട് ചാടും. ചിലതിനെ പുറത്ത് ചാടിക്കാൻ നമ്മുടെ ബുദ്ധി കൊണ്ട് പറ്റില്ല, ശക്തി കൊണ്ട് പറ്റില്ല. ചില തിന്മകളെ തോപ്പിക്കാൻ നമ്മുടെ ബുദ്ധിയും നമ്മൾ കഴിച്ച ആഹാരത്തിന്റെ പവറും പോരാ. അതിനെ പുറത്ത് ചാടിക്കാൻ ശക്തിയുള്ള തീയാണ് ദൈവവചനമാകുന്ന തീ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പറയും, എൻ്റെ കുടുംബത്തെ ആകെ അസ്വസ്ഥതയാണ്, എൻ്റെ കുടുംബത്തിൽ എന്നും വഴക്കാണ്. അതൊക്കെ ചില അസ്വസ്ഥതകൾ നമ്മളെ വല്ലാതെ വരിഞ്ഞു മുറുക്കുന്നത് കൊണ്ട് ഇതിനെ പുറത്ത് ചാടിക്കാൻ വേണ്ടി പല പരിപാടിയും ചെയ്തു നടക്കുന്നില്ല. പല നേർച്ചകളും നേർന്നു, ശരിയായില്ല. പല പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചു, ശരിയായില്ല. ദൈവവചനമാകുന്ന തീയിൽ വെച്ചു കൊടുത്താൽ ആ ചൂടിനകത്ത് നിങ്ങളെ തകർക്കുന്ന ഒരു ശക്തിക്കും അവിടെ നിലയുറപ്പിക്കാൻ കഴിയില്ല. അത് പെടച്ച് പുറത്ത് ചാടിയിരിക്കും. കാരണം ഇത് എന്റേതായ ഒരു കണ്ടുപിടുത്തമല്ല. ജെറമിയ പ്രവാചകൻ പറഞ്ഞു, എന്റെ വചനം തീ പോലെയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് മനസ്സിലാക്കിക്കേ, ദൈവവചനം തീയാണ്. നിങ്ങളുടെ ജീവിതം ഒരു വിറകിന് തുല്യമായി വയ്ക്കുന്നു. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദൈവവചനമാകുന്ന തീയിലേക്ക് ജീവിതത്തെ ഇങ്ങനെ തള്ളിക്കയറ്റി വെക്കണം എന്ന് പറഞ്ഞാൽ അതിനൊരു മാതൃകയാണ് ഞാൻ പറയുന്നത്. ഒരു ഉദാഹരണം, ഒരു വചനം നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കണം. ഇപ്പോൾ അറിയാവുന്ന ഒരു വചനം പുറപ്പാട് 14:14 ആ വചനം ഇങ്ങനെയാണ്: നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ആമേൻ. ഈ വചനത്തിനകത്ത് എങ്ങനെയാ എൻ്റെ ജീവിതത്തെ കയറ്റിവെക്കുന്നത്? ഈ വചനത്തിനകത്ത് എങ്ങനെയാ എൻ്റെ പ്രശ്നത്തെ കയറ്റിവെക്കുന്നത്? അതിനകത്ത് സ്ഥലമൊന്നുമില്ലല്ലോ. അതിനകത്ത് കയറ്റിവെക്കാൻ പറ്റും. ആ വചനം പറഞ്ഞിട്ട് നിങ്ങൾ പറയണം, ഈ വചനത്തിനകത്ത് അകത്തേക്ക് എൻ്റെ ജീവിതത്തെ ഞാൻ കയറ്റി നിർത്തുന്നു. അടുപ്പ്, ആ വിറക്, താഴെ കിടക്കുന്ന വിറകെടുത്ത് ഞാൻ ആ അടുപ്പിലേക്ക് കയറ്റി വെക്കുന്നു. ഇങ്ങനെ കയറ്റി വെക്കുവാണ്. അപ്പോഴവിടെ ഇരുന്ന് കത്തുന്നേ, തീ ഇറങ്ങി അടുപ്പിന്റെ താഴെ വന്ന് കത്തില്ല. ആ വിറക് ഞാൻ എടുത്ത് ഇങ്ങനെ കയറ്റി വെക്കും. ഇതുപോലെ എൻ്റെ പ്രശ്നങ്ങളെ, എൻ്റെ ആരോഗ്യക്കുറവിനെ, എൻ്റെ ഉത്കണ്ഠയെ, എൻ്റെ ജീവിതത്തെ, എൻ്റെ നിരാശയെ, എൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും ഞാൻ ഈ ദൈവവചനത്തിനകത്തേക്ക് കയറ്റി വയ്ക്കുന്നു, കയറ്റി നിർത്തുന്നു ഞാൻ ഈ വചനത്തിൽ. അപ്പോൾ വിശ്വാസത്തിൽ നിങ്ങൾ കണ്ട ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണ്? ഞാൻ പ്രാർത്ഥിച്ച വചനത്തിനകത്താണ് എൻ്റെ ജീവിതം ഇരിക്കുന്നത്. ഹല്ലേലൂയ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീടുകളിൽ എല്ലാ ധ്യാന കേന്ദ്രങ്ങളിലും നമ്മൾ ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കൊക്കെ പോയി ഒരു 3-4 കിലോ പുസ്തകമൊക്കെ ഇരിപ്പുണ്ട്, പ്രാർത്ഥനാ പുസ്തകം തന്നെ. അത് മുഴുവൻ 1-ാം പേജ് തൊട്ട് 240-ാമത്തെ പേജ് വരെ ചൊല്ലി തീർക്കണമെങ്കിൽ 100 വയസ്സ് വരെ ജീവിച്ചാൽ പോരാ, കുറെ നാൾ ജീവിക്കണം, തീരത്തില്ല. ഇത് ഒരുപാട് പ്രാർത്ഥനാ പുസ്തകത്തിലെ പ്രാർത്ഥനയൊന്നും ചൊല്ലിയില്ലേലും നിങ്ങൾ സൂക്ഷിച്ച് പഠിച്ചിരിക്കുന്ന ഈ വചനത്തിൽ ജീവിതത്തെ കയറ്റി നിർത്തണം. ആമേൻ. എൻ്റെ വാക്കുകളിലൊന്നും നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല. ദൈവവചനം പറഞ്ഞു, ഈ വചനം തീയാണ്. ആമേൻ. ഇപ്പോൾ എനിക്കെതിരെ ഒരാൾ കൂടോത്രം ചെയ്തിട്ടുണ്ട്, മന്ത്രവാദം ചെയ്തിട്ടുണ്ട് എന്നെ തകർക്കാൻ. പക്ഷെ അയാൾ നോക്കുന്നത് എന്നെ തകർക്കാനാണെങ്കിലും ഞാൻ ഡെയിലി രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദൈവവചനമാകുന്ന തീയിൽ എൻ്റെ ജീവിതത്തെ ഞാൻ കയറ്റി വെച്ചിരിക്കുക. അയാൾ മന്ത്രവാദം ചെയ്ത് കൂടോത്രം ചെയ്താലും
എൻ്റെ ജീവിതത്തിനകത്ത് അയാളുടെ കൂടോത്രത്തിന്റെ ശക്തി വരുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, ഈ ലോകത്തെ ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച ഈ ദൈവവചനം ആ ശക്തിയെ കത്തിച്ച് ചാരമാക്കി താഴെയിട്ടിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, അല്പം വിശ്വാസം, അല്പം പ്രാർത്ഥന, അല്പം ചടങ്ങ്, അല്പം അത്, അല്പം ഉപവാസം, അല്പം നോമ്പ്, അല്പം വിശ്വാസം, ഇതിനകത്തൊക്കെ നിന്നാൽ ശരിയാവില്ല. ദൈവവചനത്തിനകത്ത് ഫുള്ളി അതിനകത്ത് നിൽക്കണം. ഹല്ലേലൂയ. അപ്പോൾ ഫലം കായ്ക്കും. അപ്പോഴാ മുമ്പേ പറഞ്ഞ വാക്ക് നിങ്ങൾ ഓർക്കണം. എന്നറിയോ, മണ്ണിൽ നിൽക്കുന്ന ആപ്പിൾ മരത്തിന് 1 വയസ്സാകുമ്പോ 2 വയസ്സാകുമ്പോ ഇങ്ങനെ ടെൻഷൻ ആവില്ല. മറ്റാപ്പിൾ മരത്തോട് പറയില്ല, ഹലോ ഇത് കായ്ക്കുമോ, ഇത് പൂ ഉണ്ടാവുമോ, ഇത് രക്ഷപ്പെടുവോ, വെട്ടിക്കളയോ, ഇത് വെട്ടിക്കളയത്തില്ല, ഇതിലിഷ്ടം പോലെ ഫലമുണ്ടാവും. കാരണം നിൽക്കുന്നത് മണ്ണിലാണ്. മണ്ണിൽ നിൽക്കുന്ന ആപ്പിൾ മരം പോലെ മനുഷ്യൻ നിൽക്കേണ്ടത് ദൈവവചനത്തിനകത്താണ്. അല്പം വിശ്വാസത്തിൽ നിന്നാ പോരാ, അല്പം ദൈവവചനത്തിൽ നിന്നാ പോരാ, കുറച്ച് കാട്ടിക്കൂട്ടലിൽ നിന്നാ പോരാ, അല്പം കയ്യടി നടന്നാ പോരാ, ശരിക്കും ദൈവവചനത്തിനകത്ത് നിൽക്കണം. അപ്പോൾ നമ്മുടെ ജീവിതം മാറാൻ തുടങ്ങും, നമ്മുടെ ചിന്തകൾ മാറാൻ തുടങ്ങും, ദർശനങ്ങൾ മാറാൻ തുടങ്ങും, കാഴ്ചപ്പാടുകൾ മാറാൻ തുടങ്ങും, ഐഡിയാസ് കിട്ടാൻ തുടങ്ങും. കാരണം നിൽക്കുന്നത് ദൈവത്തിന്റെ വചനത്തിനകത്ത് കയറിയിട്ടാണ്. ഹല്ലേലൂയ. നിങ്ങളിപ്പോൾ ഇരിക്കുന്നത് 4 പല വാതിലൂടെയും കയറി ഒന്നിന്റെ അകത്തായിരിക്കുന്നത്. ഇതുപോലെ ജീവനുള്ള ദൈവത്തിന്റെ വചനത്തിനകത്ത് കയറി ഇരിക്കണം. മാത്രമല്ല, നിങ്ങളുടെ തലമുറകളെ കൂടി കയറ്റി ഇരുത്തണം അതിനകത്ത്. അത് 10 മിനിറ്റ് മതി, 5 മിനിറ്റ് മതി, 2 മിനിറ്റ് മതി, എത്ര സമയവും പ്രയോജനപ്പെടുത്താം. അധികമായി പ്രാർത്ഥിച്ച് മറ്റുള്ളവരുടെ ദേഷ്യം നേടിയെടുക്കരുത്. ഒരുപാട് പ്രാർത്ഥിക്കുന്നതും അപകടമാണ്, പ്രാർത്ഥന ഇല്ലാത്തതും അപകടമാണ്. ഒത്തിരി പ്രാർത്ഥിക്കുന്നവരും ഭയങ്കര പ്രശ്നക്കാരാണ്. ഒരുപാട് പ്രാർത്ഥന വീട്ടിൽ പല പ്രശ്നങ്ങൾക്ക് കാരണമാണ്. ഒരുപാട് പ്രാർത്ഥിക്കണമെന്നല്ല പറയുന്നത്, വൃത്തിയായിട്ട് പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥനയായിരിക്കണം. ഒറ്റ പ്രാർത്ഥനയുള്ളൂ, ദൈവവചനത്തിനകത്ത് നിൽക്കുക. ഒന്ന് മനസ്സിൽ പറഞ്ഞേ, ഇതിനകത്ത് സ്കൂളിൽ പോയിട്ടില്ല, ഞാൻ 1-ാം ക്ലാസ്സിലെ പോയിട്ടുള്ളല്ലോ, എങ്ങനെ ശരിയാവും, എനിക്കിത് അറിയത്തില്ലല്ലോ. നിങ്ങൾക്ക് വചനം വായിക്കാൻ അറിയാമോ? അത് എഴുതി വച്ചിട്ട് ജീവിതത്തിൽ ആ വചനം വായിച്ചിട്ട് പറയണം, ഞാൻ ഈ വചനത്തിനകത്ത് എൻ്റെ ജീവിതത്തെ ഞാൻ കയറ്റി നിർത്തുന്നു. ഞാൻ ബിസിനസ് നടത്തുന്നുണ്ട്, ബിസിനസ് എന്ത് ചെയ്താലും ശരിയാകുന്നില്ല. 10 രൂപ ഇട്ടാൽ 25 രൂപ നഷ്ടമാണ്. നഷ്ടമുള്ള സാഹചര്യത്തെ വചനത്തിനകത്ത് കയറ്റി നിർത്തണം. രോഗമുള്ള ശരീരത്തെ വചനത്തിനകത്ത് കയറ്റി നിർത്തണം. ഭാവിയെ ഓർത്ത് ഉത്കണ്ഠയുള്ള സാഹചര്യങ്ങളെ ദൈവവചനത്തിനകത്ത് കയറ്റി നിർത്തണം. അപ്പോൾ ദൈവവചനം നിങ്ങളെ ശക്തീകരിക്കും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓർക്കുക, ദൈവവചനം തീയാണ്. പ്രാർത്ഥിക്കുന്ന നിങ്ങളും ഞാനും വിറകിന് തുല്യമാണ്, വെച്ചു കൊടുക്കണം. 2 ജെറമ്യാ പ്രവാചകൻ പറഞ്ഞു, എൻ്റെ വചനം തീ പോലെയും, പിന്നെ 2-ാമത്തെ കാര്യം പാറയെ തകർക്കുന്ന കൂടം പോലെയാണ്. അടുത്ത 2 വാക്കുകളാണ് കൂടവും പാറയും. ആദ്യം പറഞ്ഞു തീയ വിറക്, രണ്ടും കണക്റ്റഡ് ആണ്. പാറയോട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് കൂടവും പാറയും. കൂടം അടുത്തിരിപ്പുണ്ടെന്ന് വിചാരിച്ച് പാറ പൊട്ടാറില്ല. കൂടം എടുത്തു പിടിച്ചു എന്ന് വിചാരിച്ചും പാറയ്ക്കൊന്നും സംഭവിക്കാറില്ല. എൻ്റെ ആരോഗ്യം ഉപയോഗിച്ച് ഈ കൂടം ഞാൻ കയ്യിലെടുത്ത് പാറയിൽ അടിക്കുമ്പോഴാണ് പാറയിൽ വിള്ളലുകളും മാറ്റങ്ങളും സംഭവിക്കുന്നത്. ദൈവവചനം പറഞ്ഞു, എൻ്റെ വചനം പാറയെ തകർക്കുന്ന കൂടം പോലെയാണ്. കൂടം ഓട്ടോമാറ്റിക്കായി വന്ന് പാറയിൽ അടിക്കില്ല, അതെടുക്കാൻ ഒരാൾ വേണം. ആ എടുക്കാനുള്ള ആൾക്കാരുടെ പേരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ വീട്ടിൽ ദൈവവചനമാകുന്ന ആ ഒരു കൂടത്തെ എടുക്കേണ്ടത് ഞാനും നിങ്ങളുമാണ്. എന്താണ് പാറ? പാറ പോലിരിക്കുന്ന പല വിഷയങ്ങളും ജീവിതത്തിലുണ്ട്. പലരും നോക്കിയിട്ട് ഉന്തി മാറ്റാനും പറ്റില്ല, ഇത് പൊട്ടിക്കാനും പറ്റുന്നില്ല. പാറ പോലെയാണ്, കല്ല് പോലെയാണ്. ചില മനുഷ്യരങ്ങനെയാണ്, മക്കൾ അങ്ങനെയാണ്, മനസ്സ് മാറുന്നില്ല. കല്ല് പോലെയുള്ള മനസ്സുള്ളവർ, കല്ല് പോലുള്ള ചില പ്രശ്നങ്ങൾ മാറുന്നില്ല, പൊട്ടിക്കാൻ പറ്റുന്നില്ല. ഇത് പാറയെ തകർക്കുന്ന കൂടമുണ്ട്. ആ കൂടത്തിന്റെ പേരത്രേ ദൈവത്തിന്റെ വചനം. എന്തുകൊണ്ട് വിശ്വാസത്തിൽ അത് എടുക്കുന്നില്ല? പാറയെ അടിക്കാനുള്ള കൂടം വഴിയെ പോകുന്നവരെടുത്താൽ കൈ ഉടക്കിപ്പോവും.
2 അടി അടിച്ചിട്ട് പിന്നെ കൈവേദനയായി, നാളെ കൈ പൊങ്ങത്തില്ല. അടിക്കാൻ അറിയാവുന്നവൻ അടിക്കേണ്ട രീതിയിൽ അടിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. വിശ്വസിക്കുന്നവൻ ഈ കൂടം എടുക്കും. പ്രതിസന്ധികൾ പാറ പോലെ നിൽക്കുമ്പം ഈ വചനമാകുന്ന ഈ ഒരു കാര്യം കൊണ്ട്, ഈ കൂടം കൊണ്ട് ആ പ്രതിസന്ധിയെ അടിക്കും. അപ്പോൾ അതിൽ മാറ്റങ്ങൾ ഉണ്ടാകും. ദൈവവചനം നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത് ഒരു കൂടം പോലെയും തീ പോലെയുമാണ്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇന്നു മുതൽ നമ്മളിങ്ങനെ ചിന്തിക്കുവാണ്, ഞാൻ കേൾക്കുന്ന വചനം തീ പോലെയാണ്. 2, അത് പാറയെ തകർക്കുന്ന കൂടം പോലെയുമാണ്. വേറൊരു പ്രത്യേകത, ദൈവവചനം പറയുന്ന പ്രസംഗിക്കുന്ന ഞാൻ ഹോളി ഓർ അൺഹോളി, വിശുദ്ധനോ അശുദ്ധനോ അതിന് സ്ഥാനമില്ല. ദൈവവചനം പറയുന്ന ഞാൻ ചിലപ്പോൾ ഹോളി ആയിരിക്കും, ചിലപ്പോൾ അൺഹോളി ആയിരിക്കും. നിങ്ങളുടെ വീട്ടിൽ കത്ത് കൊണ്ടുതരുന്ന പോസ്റ്റ്മാൻ ഹോളി ഓർ അൺഹോളി അതൊരു പ്രശ്നമല്ല, കത്ത് തന്നോന്നുള്ളതാ വിഷയം. അമേരിക്കയിൽ നിന്ന് നിങ്ങളുടെ സുഹൃത്ത് $100 പോസ്റ്റ് വഴി അയച്ചു. അത് വടുവഞ്ചാലുള്ള ഒരാൾക്കാണ് അയച്ചത്. അത് വടുവഞ്ചാൽ പോസ്റ്റ് ഓഫീസിൽ കിട്ടി. പോസ്റ്റ്മാൻ ആ $100 ലെറ്ററുമായി അയാളുടെ അടുത്ത് വരുമ്പോൾ അയാൾ സൈൻ ചെയ്ത് അത് മേടിക്കും. ദൈവവചനം പറയുന്ന ഞാൻ പോസ്റ്റ്മാനെ പോലെയാണ്. നിങ്ങളുടെ അടുത്ത് ഏൽപ്പിക്കാൻ ചില അനുഗ്രഹങ്ങളെ ദൈവം സ്വർഗം ഏൽപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ കയ്യിൽ തരിക എന്നുള്ളൊരു പോസ്റ്റ്മാന്റെ ഉത്തരവാദിത്തം മാത്രമേ എനിക്കുള്ളൂ. പോസ്റ്റ്മാൻ വെദർ ഹീസ് ഹോളി ഓർ അൺഹോളി അതൊരു വിഷയമല്ല. നിങ്ങളെ ഏൽപ്പിക്കാൻ, ദൈവവചനത്തിലൂടെ ചിലതിനെ ഏൽപ്പിക്കാൻ ഒരു പോസ്റ്റ്മാന്റെ ഡ്യൂട്ടി പോലെ ഇവിടെ കുറച്ചു പേരെ നിർത്തിയിട്ടുണ്ട്. പാടുന്ന ആളായാലും, കൊന്ത ചൊല്ലിയ ആളായാലും, പ്രസംഗിച്ച ആളായാലും, പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തിയ ആളായാലും അയാൾ പോസ്റ്റ്മാന്റെ റോളാണ്. നിങ്ങൾക്ക് ചിലത് തരാൻ സ്വർഗം ഏൽപ്പിച്ച ചിലരായി ഇവിടെ നിൽക്കുന്നത്. അവരെങ്ങനെ ആയിക്കൊള്ളട്ടെ, അവര് നിങ്ങളുടെ കയ്യിൽ ദൈവവചനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ ചിലത് ഏൽപ്പിക്കും. അത് ഏൽപ്പിക്കുന്നത് ഒപ്പിട്ട് മേടിക്കേണ്ടവരാണ് നമ്മളെല്ലാവരും. സ്വർഗം ഏൽപ്പിച്ചത് ഒപ്പിട്ട് മേടിക്കണം. തയ്യാറാണെങ്കിൽ വിശ്വാസത്തോടെ ഒന്ന് പറഞ്ഞ് ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വിശ്വസിക്കുന്നു ഹല്ലേലൂയാ, ആശ്രയിക്കുന്നു ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കരങ്ങൾ താഴ്ത്താം. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഒരു വചനം ഞാൻ ഓർമ്മിക്കുന്നു. അത് 1 സാമുവേലിന്റെ പുസ്തകം 24-ാമത്തെ അധ്യായം. ഒന്ന് ശ്രദ്ധിക്കാമോ? 1 സാമുവേലിന്റെ പുസ്തകം 24-ാമത്തെ വാക്യം. അത് വായിക്കുന്നതിന് തൊട്ട് മുമ്പ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഒരു വചനം കൂടെ പറഞ്ഞാൽ അത് ശരിയാവും. 16-ാമത്തെ അധ്യായം. നിങ്ങൾക്ക് ബൈബിൾ പരിചയം, ഈ വചനം വാക്യം പരിചയം ഉണ്ടെങ്കിൽ വീട്ടിൽ പോയി ഒന്ന് വായിക്കണം. ന്യായാധിപന്മാർ 16-ാമത്തെ അധ്യായം. അതിനകത്ത് ഒരു പേരും ഒരു സ്ത്രീയുടെ പേരുമാണ്. ഒരു പുരുഷന്റെ, ഒരു സ്ത്രീയുടെ പേര്. പുരുഷന്റെ പേര് സാംസൺ, സ്ത്രീയുടെ പേര് ദലീല. ദലീല ഒരു വേറെ രീതി ചിന്തിക്കുന്ന റൂട്ടിലോടുന്ന ഒരാളാണ്. സാംസൺ ദൈവത്തിന് പ്രിയപ്പെട്ടയാളാണ്. ഒന്ന് ശ്രദ്ധിക്കാമോ? ഞാൻ ഇത്രയും നേരം നിങ്ങളോട് പറഞ്ഞത് ദൈവവചനത്തിൽ നിൽക്കുന്ന ഒരാളെ കുറിച്ചാണ്. അങ്ങനെയുള്ള ഒരാളാണ് സാംസൺ. അയാളോട് കൂടെ പറ്റിച്ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ദലീല, സ്ത്രീയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ ദലീല ചോദിച്ചു, നിന്റെ ഈ ശക്തിയെല്ലാം എവിടെയാ ഇരിക്കുന്നത്? നിനക്കെന്തോ ഒരു ശക്തിയുണ്ട്, നീ സാധാരണക്കാരനല്ല. ദലീല എന്ന സ്ത്രീ സാംസനോട് പറയാണ്, നിനക്കെന്തോ ഒരു ശക്തിയുണ്ട്, നിന്റെ ശക്തി എങ്ങനെയാ ഇത്രയും ശക്തി കിട്ടിയെന്ന് എന്നോട് പറയണം. അങ്ങനെ ഈ മനുഷ്യൻ പറഞ്ഞു. 6-ാമത്തെ വാക്യം. ദലീല സാംസനോട് പറഞ്ഞു, നിന്റെ ഈ ശക്തി എവിടെ ഇരിക്കുന്നു എന്ന് എന്നെ ഒന്ന് ബോധിപ്പിക്കണം. സാംസൺ പറഞ്ഞു, കേട്ടെ, ഉണങ്ങാത്ത 7 ഞാണ് കൊണ്ട് എന്നെ പൂട്ടിയാൽ എന്റെ ശക്തിയെല്ലാം പോകുന്നു പറഞ്ഞു. ദലീല നല്ല അർത്ഥത്തിലല്ല ചോദിച്ചത്. ഫിലിസ്ത്യരുടെ മുമ്പിൽ സാംസനെ തോപ്പിക്കാൻ പറ്റാത്തോണ്ട് ഫിലിസ്ത്യർ ഒരു ടെക്നിക്ക് ഇറക്കിയതാണ്. സാംസനെ തോപ്പിക്കാൻ ദലീല എന്ന സ്ത്രീയെ ഉപയോഗിച്ചു. അങ്ങനെ ദലീല ഫിലിസ്ത്യരോട് പറഞ്ഞു, ഉണങ്ങാത്ത 7 ചണം കൊണ്ട്, നൂലുകൊണ്ട്
ബന്ധിച്ചാൽ, ഉണങ്ങാത്ത 7 പുതിയ ഞാണുകൊണ്ട് ബന്ധിച്ചാൽ ശക്തി കുറഞ്ഞ അയാൾ പോവും. സാംസനെ 7 ഞാണുകൊണ്ട് ബന്ധിച്ചു. അടുത്ത വാക്ക് ഇങ്ങനെയാണ്, ഉണങ്ങാത്ത 7 ഞാണുകൊണ്ട് ബന്ധിച്ചു എന്നത് സത്യം തന്നെ. പക്ഷേ അഗ്നി ചണനൂലിനെ എന്ന പോലെ സാംസൺ അതിനെ പൊട്ടിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. ഏതുപോലെ? അഗ്നി നൂലിനെ എന്ന പോലെ പൊട്ടിച്ചു കളഞ്ഞു. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് അഗ്നി എന്നാണ്. ജെറമിയ പറഞ്ഞു, എന്റെ വചനം അഗ്നിയാണ്. സാംസൺ നിന്നത് അഗ്നി പോലുള്ള ഒരു വചനത്തിലായോണ്ട് 7 ഞാണുകൊണ്ട് ബന്ധിച്ചിട്ടിട്ടും അത് തീയിൽ നൂലെന്നതുപോലെ പൊട്ടിച്ചു കളഞ്ഞു. ദൈവവചനത്തിൽ നിൽക്കുന്നവരോട് പറയട്ടെ, നിങ്ങളെ തകർക്കാൻ ആര് നൂലുകൊണ്ടോ ഏത് ശക്തി കൊണ്ടോ ബന്ധിച്ചിട്ടാലും ദൈവവചനത്തിനകത്ത് നിൽക്കുന്ന നിങ്ങളെ ഒരു നൂലെന്നതുപോലെ നിങ്ങൾ അതിനെ പൊട്ടിച്ചു കളയാൻ ഈ പുസ്തകം നിങ്ങളെ സഹായിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളെ ആരും ബന്ധിച്ചിട്ട് ഇരുന്നോട്ടെ, ഏത് ശക്തിയോ ഏത് ബന്ധനമോ ഏത് പ്രതിസന്ധിയോ ഏത് കൂടോത്രമോ ഏത് മന്ത്രവാദമോ നിങ്ങൾ നിൽക്കുന്നത് വചനമാകുന്ന തീക്കകത്താണെങ്കിൽ തീ നൂലിനെ എന്ന പോലെ അതിനെ പൊട്ടിച്ചു കളയും. എത്ര പേർക്ക് ആ ശക്തിയുണ്ട്? നമുക്ക് പലർക്കും ആ ശക്തിയില്ല. പല പ്രതിസന്ധികളിലും ശ്വാസം മുട്ടുന്നവരാണ് നിങ്ങൾ. നമ്മുടെ കുടുംബജീവിതവും ഭാവിയെല്ലാം വല്ലാണ്ട് മുറുകിയിരിക്കുക. ഇതിനെ പൊട്ടിക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടെ വന്നിരിക്കുന്നത്. ദൈവവചനത്തിനകത്ത് നിൽക്കുന്ന നിങ്ങൾ ഒരു കാര്യം ഓർത്തോ, തീയിൽ നൂലെന്നതുപോലെ അതിനെ പൊട്ടിച്ചു കളയും. എത്ര പേർ ആഗ്രഹിക്കുന്നു ഏത് പ്രതിസന്ധികൾ വന്ന് വരിഞ്ഞു മുറുകിയാലും തീയിൽ നൂലെന്നതുപോലെ പൊട്ടിക്കാൻ നിങ്ങൾക്ക് പറ്റും, ദൈവവചനത്തിനകത്ത് നിങ്ങളുടെ ജീവിതമാണെങ്കിൽ. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. ഒരു പ്രത്യേകത, എത്രമാത്രം ഈ വചനം വിശ്വസിക്കുന്നുവോ അത്രമാത്രം അത് ഫലം ചൂടും. എത്രമാത്രം അത് വിശ്വാസത്തിൽ ഏറ്റെടുക്കുന്നോ അത്രമാത്രം ഇഫക്റ്റ്, റിസൾട്ട് നിങ്ങൾക്കത് കിട്ടിയിരിക്കും. എത്രമാത്രം വിശ്വസിക്കുന്നു എന്നുള്ളതാണ് വിഷയം. നിങ്ങൾ ഈ കേൾക്കുന്ന വചനങ്ങൾ എത്രമാത്രം വിശ്വസിക്കുന്നു, എത്രമാത്രം ഏറ്റെടുക്കുന്നു, അത്രയും റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. എന്താണ്? ഒത്തിരി പേര്, നിങ്ങൾക്ക് പലർക്കും അറിയില്ലായിരിക്കാം, നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ ദൈവവചനമാകുന്ന തീയിൽ കൊണ്ടുപോയി ജീവിതത്തെ വച്ചു കൊടുക്കണം. എന്തിനെന്നറിയോ? നമുക്കറിയില്ല, തലേ രാത്രിയിൽ ശത്രുവായ ഒരുത്തൻ നമുക്കെതിരെ ചിലതെല്ലാം കൂടെ വരിഞ്ഞു മുറുക്കി കെട്ടിയിട്ടിട്ടുണ്ടോന്ന് നേരം വെളുക്കുന്ന പാടെ എനിക്ക് വെളിപാട് കിട്ടൂല. നേരം വെളുക്കുമ്പോൾ ശത്രുവായി എനിക്ക് ഒരുത്തൻ നല്ല ഒരു പാര വെച്ചിട്ടുണ്ടോന്ന് എനിക്കറിയത്തില്ല. വേറൊരുത്തർ എന്നെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെയോ ദൈവവചനമാകുന്ന തീക്കകത്തോട്ട് എല്ലാ ദിവസവും ജീവിതത്തെ ഒരു വിറകിനെ പോലെ വെച്ചാൽ സാംസൺ ആ ചണനൂലിനെ, ചണത്തെ, ആ പച്ച ഉണങ്ങാത്ത ആ പുതിയ ഞാണിനെ നൂലെന്നതുപോലെ, തീയിൽ നൂലെന്നതുപോലെ പൊട്ടിച്ചതുപോലെ നിങ്ങൾക്കും എനിക്കും എല്ലാ തിന്മയുടെ ശക്തികളെയും പൊട്ടിക്കാൻ പറ്റും. ഏത് അന്ധകാര ശക്തിയെ തോപ്പിക്കാൻ പറ്റും ദൈവവചനമാകുന്ന തീയിൽ ജീവിതത്തെ കൊടുത്താൽ. വിശ്വാസത്തോടെ അത് എത്രമാത്രം വിശ്വസിക്കുന്നു അത്രമാത്രം അത് ഏറ്റെടുത്തെന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കർത്താവേ, വിശ്വസിക്കുന്നു, ഈ വചനം ഞങ്ങൾ വിശ്വസിക്കുന്നു, ഈ വചനം ഞങ്ങൾ ഏറ്റെടുക്കുന്നു, ഈ വചനം ഞങ്ങൾ സ്വീകരിക്കുന്നു, ഈ വചനം ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. ഈ വചനത്തിനകത്തെന്റെ ജീവിതത്തെ ഞാൻ കയറ്റി നിർത്തുന്നു, ഈ വചനത്തിനകത്തെന്റെ ആത്മാവിനെ ഞാൻ കയറ്റി നിർത്തുന്നു, ഈ വചനത്തിനകത്തെന്റെ നിയോഗത്തെ ഞാൻ കയറ്റി നിർത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇതൊക്കെ നിസ്സാരമാണ് കേട്ടോ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിന് സ്തോത്രക്കാഴ്ചയൊന്നും ആവശ്യമില്ല, ഇതിന് ഡൊണേഷൻ ആവശ്യമില്ല, ഇതിന് സ്പോൺസർ ആവശ്യമില്ല, ഇതിനൊരു പൈസ ചെലവില്ല. നിങ്ങൾ ഇവിടെ വന്ന് 1000 രൂപ ഡൊണേഷൻ തന്നാലേ ഈ സംഭവം നടക്കും. നല്ലത് ഇത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ നടക്കുമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള 1 രൂപ നിങ്ങൾ ഇവിടെയുള്ള സ്തോത്രക്കാഴ്ച പെട്ടിയിലോ നേർച്ചപ്പെട്ടിയിലോ ഇടണ്ട. നിങ്ങൾ വിശ്വസിച്ചത് അംഗീകരിച്ചാൽ മതി. ഇത് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അതാ ഇപ്പോഴത്തെ വാക്ക്. യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആളുകൾ പറയില്ല, എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മൾ ഞെക്കണം. കേൾക്കുന്ന വചനം പ്ലീസ് സബ്സ്ക്രൈബ്. അത് സബ്സ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞാൽ എൻ്റെ ആക്കുക എന്നാ. കേൾക്കുന്ന വചനം സബ്സ്ക്രൈബ് ചെയ്താൽ മതി, അത്രയും ചെയ്താൽ മതി.
ഒന്ന് പരീക്ഷണം പോലെ നമുക്ക് ഇന്നു മുതൽ നമുക്ക് ഇത്രയും പേർക്ക് നമ്മുടെ ജീവിതം ഇതുപോലൊന്ന് കൊണ്ടുപോകാൻ പറ്റും. ഇതിന് വലിയ വലിയ പൈസ ചെലവില്ല എന്നുള്ളതാണ് ഏറ്റവും ഗുണം. കാരണം പൈസ ചെലവുണ്ടേല നമുക്ക് മടി. ഇതിന് പൈസ ചെലവില്ല. നിങ്ങൾ കുരിശുപള്ളി പണിത് കൊടുക്കണമെന്നില്ല. പള്ളി പണിയാൻ ലക്ഷങ്ങൾ കൈമാറണമെന്നില്ല. ഗ്രോട്ടോ പണിയാൻ 10,000 സ്പോൺസർ ചെയ്യണമെന്നില്ല. നിങ്ങൾ നിങ്ങളുടെ പ്രത്യേക സ്ഥലത്ത് കൊണ്ടുപോയി ഇത്ര പൈസ ദശാംശം കൊടുക്കണമെന്നില്ല. വിശ്വസിച്ചാൽ മതി. ഒരാൾ എന്നോട് പറഞ്ഞൊരു വാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ കയ്യിലുള്ള അത്രയും പണം എൻ്റെ കയ്യിലില്ലായിരിക്കാം, നിങ്ങളുടെ അത്രയും വിദ്യാഭ്യാസം എനിക്കില്ലായിരിക്കാം, നിങ്ങളുടെ അത്രയും കോണ്ടാക്ട്സ് എനിക്കില്ലായിരിക്കാം, നിങ്ങളുടെ അത്രയും സാമ്പത്തികം എനിക്കില്ലായിരിക്കാം, നിങ്ങളുടെ അത്രയും വലിയ വീട് എനിക്കില്ലായിരിക്കാം. പക്ഷെ എനിക്കൊന്നുണ്ട്, എന്നെ രക്ഷിക്കുന്നൊരു ദൈവം എനിക്കുണ്ട്. അതിൽ കൂടുതൽ എന്താ വേണ്ടത്? നിങ്ങളുടെ അത്രയും കഴിവില്ല. എനിക്ക് ശത്രുവിനെ തോൽപ്പിക്കാൻ എൻ്റെ മുറിയിൽ അണുവായുധങ്ങൾ ഇരിപ്പില്ല. അമേരിക്കയിലെ ടെക്നോളജി എൻ്റെ കമ്പ്യൂട്ടറിൽ ഇല്ല ശത്രുവിനെ തോൽപ്പിക്കാൻ. ദാരിദ്ര്യം ഇല്ലാതാക്കാൻ കോടികൾ എൻ്റെ ബാങ്ക് അക്കൗണ്ടിലില്ല. എന്തു ചെയ്യും? പക്ഷെ എനിക്ക് തീ പോലെയുള്ള ദൈവത്തിന്റെ വചനമുണ്ട്. സൃഷ്ടികർത്താവിന്റെ ദൈവവചനം എനിക്കുണ്ട്. എൻ്റെ കയ്യിൽ അണുവായുധങ്ങളില്ല, ലക്ഷക്കണക്കിന് ബാങ്ക് അക്കൗണ്ടുകളില്ല, എനിക്ക് കോടി ഏക്കർ കണക്കിന് സ്ഥലമില്ല നിങ്ങളുടെയൊക്കെ ഉള്ളതുപോലൊന്നും. പക്ഷെ എനിക്ക് ദൈവത്തിന്റെ വചനമുണ്ട്, എൻ്റെ കൂടെ ദൈവമുണ്ട്. ഞാൻ ദൈവത്തിൽ അതാണ് ഏറ്റവും വലിയ സമ്പത്ത്. നിങ്ങളുടെ കയ്യിൽ ഉള്ളതുപോലെ പലതും എൻ്റെ കയ്യിലും നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തത് ഒന്ന് എൻ്റെ കയ്യിലുണ്ട്. അത് ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ. നിങ്ങൾ ദൈവവചനത്തിൽ നിൽക്കൂ, നിങ്ങൾ അനുഗ്രഹം പ്രാപിച്ചിരിക്കും. കാരണം ദൈവവചനം അങ്ങനെ പഠിപ്പിക്കുന്നു. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം ചിന്തിച്ച് പ്രാർത്ഥിക്കാനുള്ളതാണ്. വളരെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നല്ലതാണ് മനസ്സിലാക്കാൻ വേണ്ടി ഇത് പറയുകയാണ്. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 8 മുതലുള്ള വാക്യത്തിൽ പാടിയപ്പോൾ ഒരു പാട്ട് പാടിയില്ലേ, താഴ്വര. ആ താഴ്വരയെ കുറിച്ചൊന്ന് പറയാൻ പോവാണ്. ഇത് അമലേക്കരുമായി യുദ്ധം നടക്കുന്ന ഒരു സമയമാണ്. ഇസ്രായേൽക്കാരും അമലേക്കരും. ശ്രദ്ധിക്കുക, യുദ്ധമാണ് നടക്കുന്നത്. ഇസ്രായേലും അമലേക്കരും തമ്മിലുള്ള യുദ്ധം. 3 ആളുകൾ മലമുകളിലേക്ക് കയറിപ്പോയി. മോശയും അഹ്റോനും ഹൂറും. അവരെ കാണാൻ ആരുമില്ല. അവരെ നിരീക്ഷിക്കാൻ, അവർ പ്രാർത്ഥിക്കുന്നുണ്ടോ നിരീക്ഷിക്കാൻ രാജാക്കന്മാർ ചാരന്മാരെ നിയോഗിച്ചിട്ടില്ല. അവർ 3 പേരെ അവിടെ ഉള്ളൂ. താഴ്വരയിൽ ഇസ്രായേൽ ജനം മുഴുവൻ യുദ്ധഭൂമിയിലാണ്. ശ്രദ്ധിക്കാമോ, മോശ എങ്ങനെയാ നിന്നെന്ന് ബൈബിൾ പറയുവാണ്. മലമുകളിൽ കയറി മോശ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് മലമുകളിൽ നിന്നു. ഒരു നിമിഷം ഒന്ന് കേൾക്കണം. ഒരു പകല് മുഴുവനാണ് ഈ മനുഷ്യൻ നിന്നത്. ഒരു കൊന്ത തീരുന്നത് വരെ പോലും നമുക്ക് നിൽക്കാൻ പറ്റില്ല. കൈ പറഞ്ഞു പോന്നോറ് തോന്നും. ഭയങ്കര വേദനയാണ്. മോശ ഇങ്ങനെ കരങ്ങൾ ഉയർത്തി നിൽക്കുവാണ് മലമുകളിൽ. അപ്പോൾ കൂടെ ഉള്ളവർ കാണുവാണ്, മോശ കരങ്ങൾ ഉയർത്തി പിടിച്ചപ്പോഴൊക്കെയും ഇസ്രായേൽക്കാർ വിജയിച്ചുകൊണ്ടേയിരുന്നു. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഒരാളുടെ ഫിസിക്കൽ ഒരു ശരീരത്തിന്റെ രീതി അത്. ഇപ്പൊ ചിലർക്ക് വേണേ ചിന്തിക്കാൻ പറ്റത്തില്ലേ, കൈ പൊക്കുവോ കൈ കെട്ടുവോ ഒന്നും വേണ്ട, മനസ്സാണെല്ലാം. പിന്നെ കൈ ഉയർത്തുന്നൊന്നും ശരിയൊന്നുമില്ല. കൈ പുറകെ കിട്ടിയ എന്നാ കുഴപ്പം? എൻ്റെ മനസ്സ് നോക്കിയാൽ പോരെ. നമ്മൾ കരങ്ങൾ ഉയർത്തുന്നത് ദൈവസന്നിധിയിലാണെങ്കിൽ ആ വ്യക്തിയെ സ്വർഗത്തിലെ ദൈവം സ്പെഷ്യലായി മാനിച്ചിരിക്കും. അതിനർത്ഥമായത് മോശ കരങ്ങൾ ഉയർത്തി. ഞാൻ പറയില്ല നിങ്ങളോട് പ്രാർത്ഥന കഴിഞ്ഞു പോകുമ്പോൾ റോട്ടിലൂടെ കൈ പിടിച്ച് നടക്കണം. അങ്ങനെ പറഞ്ഞാൽ നിങ്ങളെ പെട്ടെന്ന് കുതിരവെട്ടത്തോ ചെന്നലോടോ കൊണ്ടോ എത്തിക്കും. എന്തോ പ്രശ്നമുണ്ട്. ഇവിടെ വന്നതിന് ശേഷം അയാളുടെ എന്തോ സാധനം ഊരിപ്പോയത് കൊണ്ട് അയാൾ കൈപൊക്കി ഇങ്ങനെ പോവുക. ഓട്ടോറിക്ഷയ്ക്കകത്തിരിക്കുമ്പോഴും കൈപൊക്കി, ബസ്സേ കയറിയപ്പോഴും പ്രാർത്ഥനയാണെന്നും പറഞ്ഞു. അപ്പോൾ ആളുകൾ വേറെ ഇവിടെ കൈപൊക്കിയാൽ ആരും ചെന്നലോടോ കുതിരവെട്ടത്തൊന്നും ആരും കൊണ്ടുപോകത്തില്ല. ഇത് പ്രാർത്ഥനയുടെ സ്ഥലമാണ്, പ്രാർത്ഥിക്കാൻ വേണ്ടി നിയോഗിച്ച സ്ഥലമാണ്. നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ കരങ്ങൾ ഉയർത്തുമ്പോൾ സ്വർഗത്തിലെ ദൈവം അത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഒരു പ്രത്യേകത മോശ കാണുവാണ്, കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോഴൊക്കെ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. ഇനി കുറച്ചു കഴിഞ്ഞപ്പോൾ നമ്മളെപ്പോലെ തന്നെ മോശയുടെ കരങ്ങൾ താഴ്ന്നു. ആളും മടുത്തു. കാരണം വെയില്, ചൂട്, പൊരും വെയില്, ഫുഡില്ല, വെള്ളമില്ല, ഒന്നുമില്ല, ക്ഷീണിച്ചു. അപ്പോൾ കാണുന്നൊരു പ്രത്യേകത,
കരങ്ങൾ താഴ്ത്തിയപ്പോഴൊക്കെയും ഇസ്രായേൽക്കാർ തോറ്റ് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇത്രയും നേരം തോറ്റു നിന്നവർ കയറി ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യമാണ്. നല്ല രീതിയിലാണ് കുറച്ചു നാൾ പോയത്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഇതാ ഇരട്ടിക്ക് നമ്മുടെ മേലെ കയറി പോകുന്ന അവസ്ഥ. ഇസ്രായേൽക്കാർ വിജയിച്ചു കൊണ്ടിരുന്നു. പക്ഷേ കരങ്ങൾ താഴ്ത്തിയപ്പോൾ ശത്രു സൈന്യം കയറി മെതിക്കാൻ തുടങ്ങി. അപ്പോൾ അഹറോനും ഹൂർ എന്ന വ്യക്തിയും ഒരു ബൈബിൾ കോളേജിലും പോയി പഠിക്കാത്ത 2 പേർ, ഒരു തിയോളജി ക്ലാസ്സും അറ്റൻഡ് ചെയ്യാത്ത 2 പേർ ആര് പറഞ്ഞു കൊടുത്തു? അവർ ഏത് സൺഡേ സ്കൂളിൽ പോയിട്ടാണ് ഇവർക്ക് ഈ ജ്ഞാനം കിട്ടിയത്? ഏത് ബൈബിൾ കോളേജിൽ പോയി, ഏത് ലോഗോസ് ക്വിസിൽ പങ്കെടുത്തു? എന്ത് ജ്ഞാനം അവർക്ക് കിട്ടി? 2 പേരും അവർ പുരുഷന്മാരാണ്. 2 പേരും അപ്പുറത്തും ഇപ്പുറത്തും നിന്നിട്ട് തളർന്നു പോയ, ക്ഷീണിച്ചു പോയ മോശയുടെ കരങ്ങളെ പൊക്കി പിടിച്ചു. സൂര്യാസ്തമയം വരെ, സൂര്യൻ അസ്തമിക്കുന്നത് വരെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചപ്പം ഇസ്രായേൽക്കാർ അമലേക്യരുടെ മേൽ വിജയം നേടി. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കോയമ്പത്തൂർ, ചെന്നൈ, ബാംഗ്ലൂർ എന്നിങ്ങനെയുള്ള വിവിധ സ്ഥലങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും നാടുകളിലേക്കൊക്കെ പഠിക്കാൻ വിടുമ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമില്ലെന്നാണോ നിങ്ങൾ കരുതുന്നത്? നിങ്ങൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചില്ലെങ്കിൽ ശത്രു അവരുടെ മേൽ വിജയം നേടും. ലഹരിക്ക് അടിമപ്പെട്ടു പോയ ഒരു 21 വയസ്സുകാരനെ ഒരമ്മയ്ക്ക് ഉപദേശം കൊണ്ട് നേടിയെടുക്കാൻ പറ്റില്ല. ഒരമ്മ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉപദേശിച്ചാൽ അതിനെ തള്ളിപ്പറഞ്ഞിട്ട് പോകും. എന്നാൽ 21 വയസ്സുള്ള ഒരു പയ്യനും ലഹരിക്ക്, കഞ്ചാവിന് അടിമപ്പെട്ടു പോയ മനുഷ്യന് വേണ്ടി, മകന് വേണ്ടി ഒരമ്മ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ മനസ്സിനെ, ലഹരിക്ക് അടിമപ്പെട്ടു പോയിക്കൊണ്ടിരുന്ന അവന്റെ മനസ്സിനെ തമ്പുരാൻ കർത്താവ് തൊട്ടിട്ട് അവന്റെ മനസ്സ് റിട്ടേൺ കറങ്ങി. അവൻ തന്നെ തീരുമാനിച്ചു, ഇതെന്റെ ജീവിതം തകർക്കും, ഇതെനിക്കിത് വേണ്ട എന്ന് സ്വയം തീരുമാനിച്ച്. എന്നാ വിജയം നേടാൻ കാരണം എന്താ? അവൻ പോലും അറിയാതെ അവന്റെ അമ്മ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിച്ചത്. നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറയെ വിജയത്തിൽ രക്ഷിക്കണമെങ്കിൽ നിങ്ങൾ കൈകെട്ടി ഇരുന്നാൽ പോരാ, നിങ്ങൾ ലാഘവ ബുദ്ധിയോടെ ഇരുന്നാൽ പോരാ. ഇന്ന് ലോകത്തിൽ അനേകായിരങ്ങൾ ദൈവവചനം കേൾക്കുന്നു, അത് മറക്കുന്നു. ചിലർ കേൾക്കുന്നു, അത് ലാഘവപൂർവം അവഗണിക്കുന്നു. ഈ 2 കൂട്ടരുമാണുള്ളത്. വചനം കേൾക്കുന്നു, അവർ മറക്കുന്നു. വചനം കേൾക്കുന്നു, അതിനെ അവഗണിക്കുന്നു. വചനം കേട്ടിട്ട് വചനത്തിനകത്ത് ജീവിക്കുന്നവർ കുറവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ചെയ്താൽ ബൈബിളിൽ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, മറക്കാതെ ഹൃദയത്തിൽ എഴുതണം. 17-ാം അധ്യായ ലാസ്റ്റ് ഭാഗത്ത് എഴുതിയിരിക്കുകയാണ്, തലമുറ തോറും കർത്താവ് ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. എത്ര നാളാ? 50 വർഷം നല്ല എഴുതിയിരിക്കുന്നത്. തലമുറ തോറും നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു കർത്താവുണ്ട്. അതിനുവേണ്ടി എന്തു ചെയ്യണം? നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ, വേണ്ട നിങ്ങളുടെ ബെഡ്റൂമിൽ, നിങ്ങളുടെ വാതിലും ജനലും അടച്ച, ലോകത്തിൽ ഒരു മനുഷ്യനും കാണില്ലാത്ത നിങ്ങളുടെ റൂമിൽ ദൈവത്തിന്റെ സന്നിധിയിൽ കരങ്ങൾ മോശയെ പോലെ, നിങ്ങളുടെ വീട്ടിൽ ഒരു മോശ വേണം. അമ്മയുടെ രൂപത്തിലോ അപ്പന്റെ രൂപത്തിലോ ഒരു മോശയേലും വേണം ഇങ്ങനെ നിൽക്കാൻ. അപ്പോഴാ താഴ്വരയിൽ അടുത്ത സ്ഥലത്ത് വിജയമുണ്ടാവുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഒത്തിരി പേര് ഇതിനെ വിമർശിക്കും, കളിയാക്കും, പലരും ഉണ്ടാവും. പ്രാർത്ഥിക്കുന്നത് ദൈവസന്നിധിയിലാണെങ്കിൽ വിജയിച്ചു കൊണ്ടേയിരിക്കും. പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊന്നും മനസ്സ് സ്വീകരിക്കണം. ഒന്നും കൂടെ ഞാൻ വേഗത്തിൽ പറയാം. ഇത് പിന്നെയും പറയണോ എന്ന് ചോദിച്ചാൽ ഇത് ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യമല്ലേ? കാരണം ഇതൊന്നും പൈസ ചെലവില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പൈസ ചെലവുള്ളതാണെങ്കിൽ ഇതൊക്കെ വിഷയമാണ്, ഇതൊക്കെ ഒരു ബിസിനസ്സാണ്. ഇത്രയും നല്ല ബിസിനസ് വേറെ ഇല്ലെന്ന് പറയും. ഇത് ബിസിനസ് അല്ല, ഇത് ട്രിക്കല്ല, ഇത് ടെക്നിക്കുമല്ല. ഈ ആലയത്തിൽ ശുശ്രൂഷ ട്രിക്കുമല്ല, ടെക്നിക്കുമല്ല. ട്രിക്കും ടെക്നിക്കും ആണെങ്കിൽ പല ട്രിക്കുകളും എനിക്കറിയാം, പല ടെക്നിക്കും എനിക്കറിയാം. ഇവിടെ ഞാൻ പറയുന്നത് ട്രിക്കല്ല, ടെക്നിക്കല്ല, മോശയെ പോലെ നിൽക്കാനാണ്. അത് ട്രിക്കൊന്നുമല്ല, മോശയുടെ ട്രിക്കല്ലത്, അത് മോശയുടെ ടെക്നിക്കുമല്ല, അത് ദൈവസന്നിധിയിൽ നിൽക്കേണ്ട ഒരു രൂപമാണ്. നമ്മൾ നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ ഇങ്ങനെ നിൽക്കണം. അപ്പൊ ഒരു സംഭവം, ഒരു കാര്യം പറയാം. നമ്മുടെ മുമ്പിൽ മല പോലുള്ള പ്രശ്നങ്ങൾ വരും, അത് നമുക്ക് പ്ലാറ്റ്ഫോമാണ്. അതറിയാമോ? പ്ലാറ്റ്ഫോമും ഒരു മല പോലുള്ള പ്രശ്നം. പ്രാർത്ഥിക്കാത്തവനും കയറും. അവൻ കയറി മടുത്ത് ക്ഷീണിച്ച് അവശനായി അവന്റെ ആയുസ്സും ആരോഗ്യം തീരും.
പ്രാർത്ഥിക്കുന്നവനോ ദൈവവചനത്തിൽ നിൽക്കുന്നവനോ ആ മല പോലുള്ള പ്രശ്നത്തെ സൈസാക്കി താഴെയിട്ട് അവനൊരു ബിൽഡിംഗ് പണിയാനുള്ള പ്ലാറ്റ്ഫോം ഉണ്ടാവും. മനസ്സിലായോ? അതായത് ചില ചതുപ്പ് പോലുള്ള സ്ഥലങ്ങളിൽ മണ്ണ് കൊണ്ടയിട്ട് പ്ലാറ്റ്ഫോം ആക്കും, വീട് പണിയാനും കട പണിയാനും. നമ്മുടെ മുമ്പിൽ മല പോലുള്ള പ്രശ്നങ്ങൾ വിശ്വസിക്കുന്നവർക്ക് പ്ലാറ്റ്ഫോം. ചിലതൊക്കെ അവൻ അതേന്ന് പണിതുയർത്തും. ഇത്രയും നാളത് ചതുപ്പായിരുന്നു, കേറാൻ പറ്റാത്തൊരു മലയായിരുന്നു. പ്രാർത്ഥിക്കുന്നവൻ വന്ന് പ്രാർത്ഥിച്ചു, കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച് മല പോലുള്ളത് താഴെ വീണു. അത് ചതുപ്പ് നികത്തി അവൻ അതേ വീട് വെക്കും. ചിലപ്പോൾ അതിനെ 4 നിലയുള്ള വീട് വെക്കും, ചിലപ്പോൾ ഫ്ലാറ്റ് പണിയും, ബിസിനസ് തുടങ്ങും. അത് അവന് ദൈവം കൊടുത്ത ഐഡിയ ആണ്, ദൈവത്തിന്റെ ശക്തിയാണ്. ദൈവവചനത്തിലൂടെ നിങ്ങൾ സ്വീകരിക്കുന്നത് ജീവിതത്തെ പടുത്തുയർത്താനുള്ള പ്ലാറ്റ്ഫോമാണ്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഇത് കേട്ടിട്ട് നമ്മൾ ഇതുപോലൊന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. മോശ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു. അപ്പോ നിങ്ങൾ ചിന്തിച്ച്, എൻ്റെ വീട്ടിൽ എൻ്റെ മക്കള് പറഞ്ഞാലൊന്നും കേൾക്കുന്നില്ല, പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കില്ല, പള്ളിയിൽ പോകാൻ പറഞ്ഞാൽ പള്ളിയിൽ പോകുന്നില്ല, ഉപദേശം ഒട്ടും ഇഷ്ടമല്ല. എന്തു ചെയ്യും? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ബൈബിൾ പറയുന്നു തലമുറ തോറും നിനക്ക് വേണ്ടി എൻ്റെ ദൈവം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളുടെ അനുസരണയില്ലാത്ത മക്കളുടെ മനസ്സ്, അങ്ങോട്ട് കറങ്ങിക്കൊണ്ടിരുന്ന മനസ്സിനെ ദൈവത്തിന്റെ ആത്മാവ് അത് തിരിച്ചു കറങ്ങും. അപ്പോ പരാജയം സംഭവിക്കേണ്ട സ്ഥലത്ത് വിജയം സംഭവിക്കും. ഹല്ലേലൂയ. അതാണ് ദൈവവചനത്തിനകത്ത് നിന്നാലുള്ള ഗുണം. ഒരുപാട് ഗുണമുണ്ട്. കാരണം ഒരുപാട് കാര്യം അങ്ങനെ ഉണ്ട്. ഒറ്റ കാര്യം കൂടെ മുമ്പേ പ്രാർത്ഥനയിൽ പറഞ്ഞില്ലേ, ലഹരിക്ക് അടിമപ്പെട്ടു പോയ ഒരു മനുഷ്യനെ കുറിച്ച്. 21 വയസ്സേ ഉള്ളൂ. അവന് ജീവിക്കണമെന്ന് ആഗ്രഹമില്ല, ലഹരിക്ക് അത്ര അടിമപ്പെട്ടു പോയി. അപ്പനോ അമ്മയോ കുടുംബക്കാരോ പറഞ്ഞാൽ അവൻ അനുസരിക്കത്തില്ല, അവൻ ഉപദ്രവിക്കും. അങ്ങനെയുള്ള ഒരു മകനെയാണ് അവന്റെ മദ്യത്തിൽ മദ്യം കഴിക്കണം, ലഹരി ഉപയോഗിക്കണം, കൂട്ടുകെട്ട് കൂടണം, പൈസ നശിപ്പിക്കണം എന്നിങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്ന ഒരു മനസ്സിനെ ദൈവം ഇടപെട്ടിട്ട് അത് തിരിച്ചു കറങ്ങി. എന്നിട്ട് അവൻ തന്നെ പറയുക, എനിക്ക് എവിടെയെങ്കിലും ഒരു കൗൺസിലിങ്ങിന് പോകണം, അമ്മ എന്നെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ കൊണ്ടുപോകണം, എനിക്ക് എൻ്റെ മനസ്സിലെ കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയണം. എവിടെ പ്രവർത്തിച്ചതെന്നറിയാമോ? പ്രാർത്ഥനാമുറിയിൽ ഒരു മനുഷ്യൻ, ഒരമ്മയോ മോശയെ പോലെ നിന്ന ഒരാൾ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചപ്പം സ്വർഗത്തിലെ ദൈവം പറഞ്ഞിട്ടുണ്ട്, തലമുറ തോറും ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തോണ്ടിരിക്കും. അതിന്നും നടക്കുന്ന കാര്യമാണ്, ഇപ്പൊ നടക്കുന്ന കാര്യമാണ്. കാണാൻ പറ്റില്ല, പക്ഷെ അനുഭവിക്കാൻ പറ്റും. പറഞ്ഞു ഹല്ലേലൂയ. നിങ്ങൾ എത്ര പേർ ആഗ്രഹിക്കുന്നു, എൻ്റെ മുമ്പിലുള്ള പ്രശ്നങ്ങൾ ഒരു മല പോലെയാണ്, പക്ഷെ ഞാൻ അതിനെ പ്ലാറ്റ്ഫോം ആക്കും, ഞാൻ അതിനെ ചില കാര്യങ്ങൾ പണിതുയർത്താനുള്ള പ്ലാറ്റ്ഫോം ആക്കും. അത് മാത്രമാണ് നമുക്കിപ്പോ ചെയ്യാനുള്ളൂ. കണ്ണുകളെ അടച്ച് ഒന്നും മറക്കല്ലേ. ഒരു പൈസ ചെലവില്ല കേട്ടോ, ഒരു പൈസ ചെലവില്ല. ഇത് ട്രിക്കല്ല കേട്ടോ, ഇത് ടെക്നിക്കും അല്ല, ഇത് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടലുകളുമല്ല. പ്രാർത്ഥിച്ചിട്ടൊന്നും കിട്ടിയില്ലേ, സമയം കളയാനില്ല എന്ന് പറയരുത്. പിന്നെയോ ഇനിയും അത്ഭുതങ്ങളെ ചെയ്യാൻ, ഇനിയും വാതിലുകളെ തുറക്കാൻ എൻ്റെ ദൈവം സർവശക്തനാണെന്ന് പറയും. അതാണ് വിശ്വസിക്കേണ്ടത്. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. പ്രാർത്ഥിക്കുന്ന മോശമാരാ നിങ്ങൾ? ഇത്രയും പേര് പ്രാർത്ഥിക്കുന്ന മോശമാർ. മലമുകളിൽ കരങ്ങൾ ഉയർത്തിയ മോശയെ കണ്ടാൽ വഴിയെ പോകുന്നവൻ ചിലപ്പോ പറയും, പുള്ളിക്ക് തലക്കെന്തോ ഓളമാ, അയാൾക്ക് പ്രാർത്ഥിച്ചെന്തോ വട്ടായി പോയി, എന്തോ കേടുപറ്റിപ്പോയി. ആ മനുഷ്യൻ നാട്ടുച്ചയ്ക്ക് ഒരു മനുഷ്യനാണ് മലയുടെ മുകളിൽ കയറി കൈ ഉയർത്തിക്കുന്നു, പുള്ളിക്ക് എന്തോ പറ്റിപ്പോയി, അയാൾ എവിടെയെങ്കിലും കൊണ്ടുപോകണമെന്ന് പറയും. മനുഷ്യരങ്ങനെ പറഞ്ഞാൽ ഓർത്തേ, സ്വർഗത്തിലെ ദൈവം കരങ്ങൾ ഉയർത്തിയ മോശയെ മാനിച്ചത് കൊണ്ടല്ലേ, അതിനെ അംഗീകരിച്ചത് കൊണ്ടല്ലേ താഴ്വരയിൽ അമലേക്കരോട് യുദ്ധം ചെയ്ത ഇസ്രായേലിനെ വിജയത്തിലേക്ക് കൈപിടിച്ചു നടത്താൻ കാരണമായ സംഭവം. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ മല പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും
അത് ചിലതിനെ പണിതുയർത്താനുള്ള പ്ലാറ്റ്ഫോം ആക്കാൻ എന്റെ ദൈവം സർവശക്തനാണ്. യെരമ്യാ പ്രവാചകനിലൂടെ ദൈവം പറഞ്ഞു, എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമാണ്. ദൈവവചനമാകുന്ന തീ അത് കത്തിക്കേണ്ടതിനെ കത്തിക്കും, നശിപ്പിക്കേണ്ടതിനെ നശിപ്പിക്കും, ഇല്ലാതാക്കേണ്ടതിനെ ഇല്ലാതാക്കും, പുറത്തു ചാടിക്കേണ്ടതിനെ ചാടിക്കും. അതാണ് തീ. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുക, വിറകും തീയും പോലെ ഇരിക്കണം. അടുപ്പിലെ തീ, നിലത്ത് കിടക്കുന്ന വിറക്, അതൊരമ്മ അതെടുത്ത് ആ അടുപ്പിലേക്ക് കയറ്റി വെക്കുന്നത് പോലെ, തീ കത്തുന്നത് പോലെ ഈ വിറക് പോലെ എന്റെ ജീവിതത്തെ ദൈവവചനത്തിലേക്ക് ഒന്ന് കൊടുക്ക്. വിശ്വാസത്തിൽ കൊടുക്ക്, പ്രാർത്ഥനയിൽ കൊടുക്ക്, നിയോഗത്തിൽ കൊടുക്ക്, പ്രാർത്ഥനാ വിഷയങ്ങളെ കൊടുക്ക്, ആഗ്രഹങ്ങളെ കൊടുക്ക്. ഈ തീ കത്തിക്കും, ഈ തീ അതിനെ സ്വീകരിക്കും, ഈ തീ അതിനെ വിശുദ്ധീകരിക്കും. ഈ തീ അതിനകത്തുള്ള പ്രതിസന്ധികളെ, പ്രയാസങ്ങളെ, തടസ്സങ്ങളെ മാറ്റുന്ന തീയാണ്. അടുത്ത വാക്ക്, ദൈവവചനം പാറയെ തകർക്കുന്ന കൂടം പോലെയാണ്. പാറയെ തകർക്കുന്ന കൂടം ചുമ്മാ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ചുമ്മാ തൊട്ടാൽ പാറയൊന്നും പൊട്ടത്തില്ല. അത് ആരോഗ്യത്തോടെ ഒരു കൂടം, അതറിയാവുന്നവൻ തന്റെ ശക്തി മുഴുവൻ ഉപയോഗിച്ച് അതിൽ അടിക്കേണ്ടത് പോലെ അടിക്കുമ്പോൾ പാറ പൊട്ടുന്നത് പോലെ നമ്മൾ ദൈവവചനം വിശ്വാസത്തോടെ ഏറ്റെടുത്ത് 100% വിശ്വാസത്തോടെ 100% വിശ്വാസത്തോടെ ആ നിയോഗത്തെ തൊട്ടാൽ, ആ ആവശ്യത്തെ തൊട്ടാൽ, ആ ജീവിതത്തെ തൊട്ടാൽ അത് മാറിയിരിക്കും. അതവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടിരിക്കും. മോശയെ പോലെ രണ്ട് കരങ്ങളും ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്ത്, കണ്ണുകളെ ഒന്ന് അടയ്ക്ക്. ഞാൻ മോശയെ പോലെയാണ് നിൽക്കുന്നത്. ഇവിടെ താഴ്വരയിൽ യുദ്ധം നടക്കുക. എന്താ താഴ്വര? കടബാധ്യതയുണ്ട്, രോഗമുണ്ട്, പറഞ്ഞാൽ കേൾക്കാത്ത മക്കളുണ്ട്, പ്രതിസന്ധികളുണ്ട്, ഉത്തരമില്ലാത്ത വിഷയങ്ങളാ താഴ്വരയിൽ. എന്തു ചെയ്യണമെന്നറിയില്ല. മോശയെ പോലെ കരങ്ങൾ ഉയർത്തുമ്പോ ദൈവവചനം പറയുന്നു, തലമുറ തലമുറ തോറും, തലമുറ തലമുറ തോറും. അന്ന് തുടങ്ങിയതാണ് ദൈവം ഈ യുദ്ധം ചെയ്യുന്ന പരിപാടി. അന്ന് തുടങ്ങിയതാണ് ദൈവത്തിന്റെ ഈ പ്രവൃത്തി. അന്ന് തുടങ്ങിയത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന ദൈവ പ്രവൃത്തി ഇന്ന് സംഭവിക്കുവാനെന്ന് ആഗ്രഹിച്ച് എല്ലാവരും സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തി വെളിപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപ നിറയാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു, ചേർന്ന് നിറയാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ വചനം, എന്റെ വചനം പാറയെ തകർക്കുന്ന കൂടം പോലെ, എന്റെ വചനം അഗ്നി പോലെ, തീ പോലെ. ദൈവവചനമാകുന്ന തീക്ക് കത്തിക്കാൻ പറ്റാത്തതായി ഒന്നുമില്ല. സകലതിനെയും കത്തിക്കുന്ന, സകലതിനെയും വിശുദ്ധീകരിക്കുന്ന, സകലതിനെയും സ്വീകരിക്കുന്ന ആ തീ, ആ തീ എന്നെ നിങ്ങളെ കത്തിക്കാൻ ഇടവരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. കരങ്ങളെ അടിച്ചൊരുമിച്ച് ചേർന്ന് പാടാം, കരമടിച്ച് പാടാം. തീ പോലെ ഇറങ്ങണം പരിശുദ്ധാത്മാവ്. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ, ആത്മനദിയായി ഒഴുകണമേ, ആത്മനദിയായി ഒഴുകണമേ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നത്, കഴിഞ്ഞ 1 മണിക്കൂർ പറഞ്ഞത് ട്രിക്കുകളോ ടെക്നിക്കുകളോ ഒന്നുമല്ല പറഞ്ഞത്, ബൈബിൾ വചനത്തിലെ യാഥാർത്ഥ്യങ്ങളാണ്. ദൈവവചനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒന്നല്ല, എന്നെയും നിങ്ങളെയും വളർത്തുന്ന ഒന്നാണ്. മണ്ണിൽ നിൽക്കുന്ന ആപ്പിൾ മരം 1 വയസ്സാകുമ്പോൾ ടെൻഷനാവുന്നില്ല.
കായ്ക്കുമോ, ആപ്പിളുണ്ടാവുമോ എന്ന് ആ മരത്തിനറിയാം ഇതിൽ നിറയെ കായ്കളുണ്ടാകുമെന്ന്. കാരണം നിൽക്കുന്നത് മണ്ണിലാണ്. അല്പം വിശ്വാസത്തിൽ നിന്നിട്ട് കാര്യമില്ല, അല്പം വചനം അറിഞ്ഞിട്ട് കാര്യമില്ല, അല്പം നോമ്പെടുത്തിട്ട് കാര്യമില്ല. ദൈവവചനത്തിൽ പൂർണ്ണമായും അതിനകത്ത് കയറി നിൽക്കണം. അവിടെ എന്തേലും നടക്കുമെന്നല്ല, അവിടെ അത്ഭുതങ്ങൾ നടന്നിരിക്കും. കാരണം സൃഷ്ടികർത്താവിന്റെ ജീവന്റെ വചനത്തിലാണ് കയറി നിൽക്കുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. മല പോലുള്ള വിഷയങ്ങളുണ്ടാകും, പക്ഷേ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുന്ന, വചനത്തിൽ നിൽക്കുന്ന നിങ്ങളതിനെ, ആ പ്രശ്നത്തെ മാറ്റിയിട്ട് അത് ചിലതിനെ പണിതുയർത്താനുള്ള പ്ലാറ്റ്ഫോമായി മാറും. ദൈവം നിങ്ങളെ അതിനായി ഒരുക്കട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അടുപ്പിലെ തീയും വിറകും ഒന്ന് ഓർത്താൽ മതി. തീക്കകത്ത് വിറക് വയ്ക്കുന്ന പോലെ ജീവിതത്തെ വചനമാകുന്ന തീയിൽ വച്ചു കൊടുക്കണം. അപ്പോൾ അത് കത്തിക്കും, അത് ഏറ്റെടുക്കും, അത് അനുഗ്രഹമാകും, നന്മയായി മാറും. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ.